ഹലോ ഗൈസ്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അത് എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, ഇനിയിപ്പോൾ അതിന് പറ്റിയ സാഹചര്യത്തിലല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയൊക്കെ മാറ്റി വയ്ക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിത് നിങ്ങളോടാണ്. നാളെ നാളെ എന്ന് പറഞ്ഞ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. എന്നിട്ടും നമ്മൾക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അല്ലേ? പക്ഷേ നമുക്കൊന്നും മാറിയിട്ടുണ്ട്. എന്താണ്? നമ്മുടെ പ്രായം മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളെയല്ല, ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം നമ്മുടെ ഗോളിന് വേണ്ടിയിട്ട് എന്ത് നമുക്ക് ചെയ്യാനാവും? ഒരൊറ്റ കാൽവെപ്പ്. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, അതിനുള്ള സാഹചര്യം വേണം, പെർഫെക്റ്റ് ആവണം, പൈസ വേണം, മെയിൻ എന്താണ്? പണം വേണമല്ലേ? നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പണത്തെ ആശ്രയിക്കുന്നത്. കാരണം നമ്മൾ ആഗ്രഹിച്ച പോലെ പെർഫെക്റ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണം, അതിന് ചിലവുകളുണ്ട്. അതുകൊണ്ടൊക്കെ അല്ലേ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കണേ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡയറ്റ് വേണം. ഡയറ്റിന് പറ്റിയൊരു വ്യക്തിക്ക് ഡയറ്റിൻ്റെതായിട്ടുള്ള ഫുഡ് വേണം. അത് നേരത്തിന് ഡയറ്റ് ഫുഡ്. ഇന്നിപ്പം ഡയറ്റ് ഫുഡെല്ലാം ഉള്ളൊരു വ്യക്തിയാണ് ഇന്നും കൂടെ വരവച്ച് കഴിക്കാം, എന്നിട്ട് നാളെ തൊട്ട് തുടങ്ങും, നാളെയും തന്നെയാവും ആവർത്തിക്കുക. പക്ഷേ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലോ അവർക്ക് ഡയറ്റ് ഫുഡ് വേണം. ഡയറ്റ് ഫുഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. സാധാരണക്കാരനാണെങ്കിൽ ആ സാധാരണക്കാരൻ്റെ വീട്ടിൽ ചോറും കറിയും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ട പ്രോട്ടീൻ ഗുണങ്ങളൊക്കെ ഉള്ളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരുടെ വീട്ടിലും ഒരേ മാതിരി ആവില്ല. ചിലർക്ക് കറി വെക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് വേണ്ടി വരും, ചിലപ്പോൾ കറി വെക്കാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ഡയറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ദൈനികം തന്നെയാണ്. ഇനിയിപ്പോൾ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാം. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹം. പക്ഷെ എനിക്ക് മൈക്കില്ല, ക്ലിയർ ഫോണില്ല, അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എവിടെയെങ്കിലും വീഡിയോ വെച്ചെടുക്കാനുള്ള സാഹചര്യമില്ല. കാരണം വീട്ടിലെ ആൾക്കാരുണ്ടാവും, പുറത്തെ ആൾക്കാരുണ്ടാവും, ഇവരെയൊക്കെ നോക്കി നിന്നിട്ട് കാര്യമില്ല. പക്ഷേ നന്നായിട്ട് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ യൂട്യൂബർ ആകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, ഇതിന് പറ്റിയ സാധനങ്ങളും ഇല്ല. സാധനങ്ങൾ ഉദ്ദേശിച്ച് തന്നെയാണ് നല്ലൊരു ട്രൈപോഡ്, പിന്നെ സ്പീക്കർ വേണം, അങ്ങനെ ക്യാമറ, നല്ല ക്ലിയറുള്ള ക്യാമറ വേണം, പിന്നെ അത്യാവശ്യം നല്ല ഡ്രസ്സ്, നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോവല്ലേ വേണ്ടത്. ഞാൻ ആഗ്രഹം വെച്ചുകൊണ്ട് ഞാൻ തുടങ്ങാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഇരുത്തം അവിടെ ഇരിക്കേണ്ടാവുള്ളൂ. കാരണം ഇതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്യുമ്പോഴും അതത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. പിന്നെ ചെയ്ത് അത് നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി, മറ്റുള്ളവരുടെ പ്രതികരണം മനസ്സിലാക്കി, എന്നിട്ടൊക്കെ നമുക്ക് അതിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നും വിചാരിച്ച് നമ്മളൊന്നും തുടങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തോൽവിയല്ലേ. നിങ്ങളൊന്ന് തീരുമാനിക്കുക, തോൽക്കണോ അതോ ജയിക്കണോ? ജയിക്കണം എന്നുള്ളവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് തുടങ്ങുക. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കണേ, അതെന്ത് ചെയ്യാനാണോ, പിന്നെ എന്നാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ താനെ മാറും. നമുക്ക് തുടങ്ങാനുള്ള മടിയും ധൈര്യവും കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെയാണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ വെറീഡായിട്ട് അതിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ അതേ ഇരിപ്പിരിക്കുന്നത്. ഒന്നും നോക്കണ്ട, കണ്ണും ചിമ്മി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഡയറ്റ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, പിന്നെ യൂട്യൂബ് ആയിക്കോട്ടെ, എന്തോ നിങ്ങളെ ഗോൾ എന്താണോ അതിലേക്ക് കുറച്ച്, ഇപ്പോൾ ഒരു വീട് വെക്കണ ഒരാൾക്കാണെങ്കിൽ അയാൾക്കൊരു സേവിങ്സ് തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മെച്ചപ്പെട്ട ജോലി അന്വേഷിക്കാം. നമുക്ക് പൈസ വേണമല്ലോ, അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജോബ് അന്വേഷിക്കാം. അങ്ങനെ എന്തോ ആവട്ടെ, നമുക്ക് നമ്മളെ ലക്ഷ്യത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു കാൽവയ്പ് നമ്മൾ ചെയ്തിരിക്കണം. കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും വിമർശിക്കുന്നവരൊക്കെ നമുക്ക് ചുറ്റുണ്ടാവും. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴുകുന്ന നദി പോലെ ആവണം. നമ്മളെ എത്ര പേര് ആ ഒഴുകുന്ന നദിയിൽ കല്ലെറിഞ്ഞാലും നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കണം.
ഇന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചിന്തിക്കുക, ഇന്ന് ഞാൻ എങ്ങനെ തുടങ്ങണം, എന്താ അതിലേക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത്. നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാതിരിക്കുക. തോൽക്കണോ ജയിക്കണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ഇഷ്ടമായെങ്കിൽ കൂടെ കൂടിക്കോളാം. ഞാനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുകയാണെങ്കിൽ എൻ്റെ അനുഭവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എൻ്റെ നടന്ന ആഗ്രഹങ്ങളും അത് എങ്ങനെ നടന്നതെന്നും എന്താണെന്നും ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.